ഒരു ക്ലാസ്സിലെ 26 പേർക്ക് ഒരു പരീക്ഷയിൽ മുഴുവൻ മാർക്ക് ലഭിച്ചു. ഇത് ക്ലാസ്സിലാകെയുള്ളവരുടെ 65%. ക്ലാസ്സിലാകെ എത്ര പേരുണ്ട്? എടാ അപ്പോൾ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ഒരു ക്ലാസ്സിലെ 26 പേർക്ക് ഒരു പരീക്ഷയിൽ മുഴുവൻ മാർക്ക് ലഭിച്ചു. 26 പേർക്ക് മുഴുവൻ മാർക്ക് ലഭിച്ചു. ഇത് ക്ലാസ്സിലാകെയുള്ളവരുടെ 65%ആണെന്ന് പറയുന്നുണ്ട്. 65%ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? എങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ക്ലാസ്സിലാകെ എത്ര പേരുണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എടാ ഒരു ക്ലാസ്സിലെ 26 പേർക്ക് പരീക്ഷയിൽ മുഴുവൻ മാർക്ക് ലഭിച്ചു. ഇത് ക്ലാസ്സിലാകെയുള്ളവരുടെ 65%. അങ്ങനെയാണെങ്കിൽ 65% തന്നെയല്ലേ 26 പേരെന്ന് പറയുന്നത്? അതെ, 65%, 26 പേരെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ 65% 26 എന്നുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആകെ എത്ര പേരുണ്ടെന്നല്ലേ കണ്ടുപിടിക്കേണ്ടത്? ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ആകെ എന്ന് എവിടെ കണ്ടാലും അതിനർത്ഥം എന്ന് പറയുന്നത് 100% അല്ലേ? 100%ആണെന്ന് നമുക്കറിയാം. ഓക്കെ അല്ലേ? അപ്പോൾ ഈ 100%ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. 65% 26 എന്നുണ്ട്, 100% കണ്ടുപിടിക്കണം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ പോരെ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ (മാർക്ക് ഇൻറ്റു 65 ഈക്വൽ ടു 26 ഗുണം 100). (മാർക്ക് ഈക്വൽ ടു 26 ഗുണം 100) ഗുണിച്ചിരിക്കുന്ന 65 സമത്തിനപ്പുറത്ത് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 65. 65 100 5 വെച്ച് വെട്ടാം. 20 13 13 26 13 വെച്ച് വെട്ടാമല്ലോ. 2 13 26 ബാക്കി 2 ഗുണം 20 ഈക്വൽ ടു 40 നമ്മുടെ ഉത്തരം. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്.